ഹലോ എവരി വൺ. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ കൈൽ സോഫ്റ്റ്വെയറെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൈൽ സോഫ്റ്റ്വെയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്. ഇപ്പം കൈൽ സോഫ്റ്റ്വെയർ ഒരു ഫ്രീ വേർഷൻ സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ സൈറ്റിൽ സ്റ്റുഡൻറ് വേർഷൻ അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്ത് നമുക്ക് S4 ECയുടെ മൈക്രോകൺട്രോളർ ലാബ് ഓൺലൈൻ എൻവയോൺമെൻറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമുക്ക് പ്രോഗ്രാംസ് എഡിറ്റ് ചെയ്യാൻ പറ്റും, കമ്പൈൽ ചെയ്യാൻ പറ്റും, ഡീബഗ് ചെയ്യാൻ പറ്റും. പ്രോഗ്രാംസ് ഓഫ് 8051 നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻ്റ് ആണ് ഈ കൈൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റുഡൻറ് വേർഷൻ ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ സൈറ്റിൽ. ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, അതുപോലെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ഗൂഗിളിൽ കൈൽ എന്ന് ടൈപ്പ് ചെയ്യുക, KEIL. ഫസ്റ്റ് കാണുന്ന സെർച്ച് റിസൾട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇത് കൈലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അപ്പം അതിനകത്തുനിന്ന് നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് 8051 നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണെന്ന് ആ പ്രൊസീജിയറാണ് പറയുന്നത്. അപ്പം ഈ സൈറ്റിനകത്ത് തന്നെ ഇവിടെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ്സ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് ഡൗൺലോഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ് 4 പ്രോഡക്ട്സ് ഡിസ്പ്ലേ ചെയ്ത് വരും. ഫസ്റ്റ് MDK ARM, സെക്കൻഡ് C51, തേർഡ് C251 ആൻഡ് ഫോർത്ത് വൺ C166 എന്നുള്ളത്. അതിൽ ഈ സെക്കൻഡ് വൺ ആണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അത് ഡെവലപ്മെൻറ്റ് ടൂൾ ഫോർ 8051 ഡിവൈസസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്, വേർഷനാണ്. ലേറ്റസ്റ്റ് വേർഷനാണ് C51 വേർഷൻ. 8051 നമുക്ക് 8051 മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് C51 എന്നുള്ള ഈ സെക്കൻഡ് കിടക്കുന്ന ഇതാണ്. നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് വരും. നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, ഓക്കെ. അത് ആ ഡീറ്റെയിൽസ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. കമ്പനി ഏതെങ്കിലും നെയിം, അതിനകത്ത് ഡേറ്റ എൻട്രി വരണമെന്നേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. ജോബ് ടൈറ്റിൽ സ്റ്റുഡൻ്റ് എന്ന് കൊടുത്താൽ മതി. കൺട്രി സെലക്ട് ചെയ്യുക, ഫോൺ നമ്പർ കൊടുക്കുക. അത് സെൻഡ് മീ ഇമെയിൽ വെൻ ദർ ഈസ് ന്യൂ അപ്ഡേറ്റ്, അത് ആവശ്യമുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഡിവൈസ് യു ആർ യൂസിങ്, അത് ഏതെങ്കിലും ഒരു ഡേറ്റ കൊടുത്താൽ മതി. ഇത് ചെക്ക് ചെയ്യണം, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഈ ഒരു പോർഷൻ .exe ഫയൽ വരും, അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിനകത്ത് C51V960A.exe അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം സ്റ്റാർട്ട് ഡൗൺലോഡിങ് തുടങ്ങും. ഇവിടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. C51 ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക, അത് ഓപ്പൺ ചെയ്യുക. കൈൽ C51 വേർഷൻ. ഐ എഗ്രി ദ ടേംസ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ്. അത് C ഫോൾഡർ ഡെസ്റ്റിനേഷൻ ഫോൾഡറായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെയും നമ്മൾ നെയിമും ഡീറ്റെയിൽസും കൊടുക്കണം. എൻട്രി വേണമെന്നേ ഉള്ളൂ, കറക്റ്റ് ആണെന്നില്ല. മെയിൽ ID കൊടുക്കുക. ഡീഫോൾട്ടായിട്ട് ഏതെങ്കിലും xg@gmail.com അങ്ങനെ കൊടുത്താലും മതി. നെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ് വേർഷൻ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അപ്പോൾ ആ ഇൻ്റർഫേസിൽ നമുക്ക് പ്രോഗ്രാംസ് ടൈപ്പ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, കമ്പൈൽ ചെയ്യാം, ഡീബഗ് ചെയ്യാം. എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇപ്പം ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിനെ ബിൽഡ് ചെയ്യുക, കമ്പൈൽ ചെയ്യുക, അതെല്ലാം നമ്മൾ 8051 പ്രോഗ്രാംസ് നമുക്ക് ഈ ഒരു എൻവയോൺമെൻറ്റിൽ ചെയ്യാൻ പറ്റും. ഹെക്സ് കോഡായിട്ടാണ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. C കോഡും ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ഡീറ്റെയിൽസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഈ കൈൽ സോഫ്റ്റ്വെയർ നമ്മൾ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്.
ഫിനിഷ് കൊടുക്കാം. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ കൈൽ മൈക്രോവിഷൻ 5 എന്നുള്ളത് അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് വന്നിട്ടുണ്ട്. കൈൽ മൈക്രോവിഷൻ 5 വേർഷൻ 5-ൻ്റെത് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആം കൈൽ മൈക്രോവേർഷൻ 5 എന്നുള്ളത് ഓപ്പണായി വരും. ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് കൈൽ സോഫ്റ്റ്വെയറിൻ്റെ IDEയിൽ വരുന്നത്, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയറിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നെക്സ്റ്റ് എങ്ങനെയാണ് ഇതിനകത്ത് പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നത്, ബിൽഡ് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്, അതുപോലെ ഇൻ്റർഫേസിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഇടുന്നതെല്ലാം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ വിഷ്വൽ സി, കോഡ് കമ്പോസർ സ്റ്റുഡിയോ അതുപോലത്തുള്ള ഒരു ഇൻ്റർഫേസ് തന്നെയാണ് ഇതിൻ്റെ കേസിലും വരുന്നത്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിനകത്ത് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് റൺ ചെയ്യുന്നത്, ബിൽഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബിടെക് മെഡിസി.